ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ വീണ്ടും ഒരു ബേബി ബോയുടെ അമ്മയായി. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ആൾക്കാർ ഒരുപാട് പ്രിഡിക്ഷൻസ് ചെയ്യുമല്ലോ, ഇത് ബോയ് ആണോ ഗേൾ ആണോ എന്നുള്ള കാര്യത്തിൽ ഒരുപാട് പ്രിഡിക്ഷൻസ് ചെയ്തിരുന്നു. അതിനകത്ത് 80% പ്രിഡിക്ഷൻസും ബേബി ഗേളായിട്ട് മാച്ച് ആവുന്ന പ്രിഡിക്ഷൻസ് ആയിരുന്നു. പക്ഷേ അതൊക്കെ ജസ്റ്റ് പ്രിഡിക്ഷൻസ് മാത്രമാണ്. അതിനകത്ത് ഒരു വാലിഡിറ്റി ഇല്ല കേട്ടോ, ഒരു പ്രോപ്പർ പ്രൂഫോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ പഴയ കാലത്തെ കുറേ കൺസെപ്റ്റ്സ് ഉണ്ടല്ലോ, ആ കൺസെപ്റ്റ്സ് വെച്ച് ആൾക്കാർ പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, അമ്മയ്ക്ക് നല്ല ഫേസിൽ ഗ്ലോയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ബേബി ഗേൾ ആയിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ നല്ല ഫേസിൽ ഗ്ലോ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള ഫേസ്, ചബ്ബിയായിട്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഫേസ്. പക്ഷേ നേരെ തിരിച്ച് എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് ഞാൻ വളരെ എൻ്റെ ഫേസും ബോഡിയൊക്കെ ഭയങ്കര മോശമായിരുന്നു, കറുത്ത പാടും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഈ ടൈമിൽ ഫേസ് ഭയങ്കര ക്ലിയർ ആയിരുന്നു. ഒന്നത്. പിന്നെ രണ്ടാമത് ഒരു റിംഗ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചുമ്മാ രസത്തിനാട്ടോ റിംഗ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിങ് ഇങ്ങനെ വട്ടത്തിലാണ് കറങ്ങുന്നതെങ്കിൽ ഗേളും, ഇങ്ങനെ ഒരു പെൻഡുലമായിട്ടാണ് കറങ്ങുന്നതെങ്കിൽ ബോയ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതും കറങ്ങിയിരുന്ന വട്ടത്തിലായിരുന്നു. അപ്പോൾ സെക്കൻഡ് അങ്ങനെയായി. അതേപോലെ മോർണിംഗ് സിക്നെസ്, അത് ഗേൾസ് ആകുമ്പോഴാണ് പറയുന്നത്. ഈവനിങ് സിക്നെസ് ആകുമ്പം ബോയ്സിൻ്റെ സമയത്തെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് മോർണിംഗ് സിക്നെസ് ആയിരുന്നു കൂടുതലും ഉള്ളത്. അങ്ങനെ പിന്നെ വയറിൻ്റെ ഷേപ്പാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തേലും വലുതായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ക്രേവിങ്സിൽ എനിക്ക് എപ്പോഴും മധുരം തിന്നാനായിരുന്നു തോന്നിക്കൊണ്ടിരുന്നത്. അതേപോലെ ഫുള്ള് ഗേൾസുമായിട്ടുള്ള സിമിലാരിറ്റി ഉള്ള ഫുള്ള് ഒരു പ്രഗ്നൻസി പീരീഡ് ആയിരുന്നു എൻ്റെ. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, നമുക്കൊരു കാര്യവും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു കാര്യത്തിൽ. ജസ്റ്റ് പറഞ്ഞത് ചില കാര്യങ്ങൾ ശരിയാവും എന്നല്ലാതെ, അല്ലെങ്കിൽ ചില ആൾക്കാർ പറഞ്ഞ ബോയ് ആവും അല്ലെ ഗേൾ ആവും, അവർ ആ സമയത്ത് അവർക്ക് അങ്ങനെ ആയിരിക്കും, അത് ഓക്കെ ആയെന്നല്ലാതെ ഇത് ശരിക്കും ഒരു കൺഫേം ആയിട്ടുള്ളൊരു പ്രിഡിക്ഷൻ അല്ല. പ്രോപ്പർ സ്കാനിങ് റിപ്പോർട്ടിൽ കൂടെ മാത്രമേ നമുക്ക് ജെൻഡർ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വയറിൻ്റെ ഷേപ്പ് വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷണങ്ങൾ വെച്ചോ സ്കിന്നിൻ്റെ ഗ്ലോ വെച്ചോ ഒന്നും നമുക്ക് ബേബി ബോയ് ആണോ ഗേൾ ആണോ എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതേപോലെ ജെൻഡർ പ്രിഡിക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കാറുണ്ട്. അതിനകത്ത് ശരിക്കും പറയുന്ന ഓരോ ആൾക്കാർ ഓരോ രീതി പറയുന്നുണ്ട്. പിന്നെ ഫീറ്റൽ ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബോയ് ആണോ ഗേൾ ആണോ എന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ കൺസിഡർ ചെയ്യുന്നത്. ശരിക്കും അതും ടോട്ടലി റോങ് ആണ് കേട്ടോ. കാരണം എനിക്ക് ഫീറ്റൽ ഹാർട്ട് റേറ്റും 3 തവണ എങ്ങാണ്ട് 140ക്ക് മേളിലായിരുന്നു, 2 തവണ 140ക്ക് താഴെയായിരുന്നു. അതിൽ തന്നെ നമുക്കൊരു പ്രൊഡിക്ഷൻ ഉണ്ടായില്ല. മേ ബി ഗേൾ ആവാം തന്നെ. 140ക്ക് മേളിൽ ഗേൾ ബേബി ആണെന്നാണല്ലോ പറയുന്നത്. അപ്പം 3 തവണ എനിക്ക് 140ക്ക് മേളിലായിരുന്നു. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ബേബിയുടെ ആക്ടിവിറ്റി വെച്ച് ആണ് ഈ ഫീറ്റൽ ഹാർട്ട് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ശരിക്കും അതും വെച്ച് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പോയാലും ഒന്നും ശരിയാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പ്രഗ്നൻസി പീരീഡ് ശരിക്കും എൻജോയ് ചെയ്യുക, തിന്നുക, കുടിക്കുക. ഈ ഒരു ടൈം പിന്നെ നമുക്ക് കിട്ടാൻ പോണില്ല. അപ്പോൾ ഈ ഒരു ടൈം ശരിക്കും എൻജോയ് ചെയ്യുക, നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, നമ്മൾ എന്താ പറയുക അടിപൊളിയായിട്ടിരിക്കുക, യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, പ്രാണായാമം ചെയ്യുക, അങ്ങനത്തെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുക. ബോയ് ആണോ ഗേൾ ആണോ എന്ന് ചിന്തിച്ച് അധികം ടൈം വേസ്റ്റ് ആക്കേണ്ട ശരിക്കും ആവശ്യമില്ല. കാരണം ആർക്കും അത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി പഴമക്കാർ ആയിട്ടുള്ള വല്ല ആൾക്കാർ അങ്ങനെ ഉണ്ടെങ്കിൽ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റിയവരുണ്ട്, എനിക്കറിയത്തില്ല കേട്ടോ. ബട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറയുന്നത്, നമുക്കിത് ഒരിക്കലും പ്രിഡിക്റ്റബിൾ അല്ല. വയറിൻ്റെ ഷേപ്പ് വെച്ചോ, ഫീറ്റൽ ഹാർട്ട് റേറ്റ് വെച്ചോ, മോർണിംഗ് സിക്നെസ് വെച്ചോ, ബോഡി സ്ട്രക്ചർ വെച്ചോ ഒന്നും നമുക്ക് ബോയ് ആണോ ഗേൾ ആണോ എന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളും ഈ ബേബി ബോയ് ബേബി ഗേൾ എന്നുള്ളൊരു കാര്യത്തിൽ എപ്പോഴും യൂട്യൂബിൽ അവിടെ ഇവിടെ സെർച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ ബി കെയർഫുൾ. എന്താണോ നമ്മുടെ ഉള്ളിലുള്ള അതുമായിട്ട് മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് മാക്സിമം അതിന് എന്തൊക്കെ നല്ലത് കൊടുക്കാൻ പറ്റുന്നോ, എന്തൊക്കെ കെയർ കൊടുക്കാൻ പറ്റുന്നോ അത് കൊടുക്കുക. അല്ലാതെ ഇതിന് ടൈം വേസ്റ്റ് ചെയ്യല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. പിന്നെ കാണാം. ബൈ.